ശ്രീ എൻ ശ്രീകുമാർ, മലപ്പുറം മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറകോട്ട് പോയെങ്കിലും, അതായത് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ആ ഒരു പരാമർശം അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഉൾവലിഞ്ഞു നിൽക്കുകയാണെങ്കിലും ഉരുണ്ട് കളിക്കുകയാണെങ്കിലും മുഖ്യമന്ത്രിയെ ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രീ ഷാജി ഊന്നൽ നൽകുന്നതും അതാണ്. ഇവിടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം അദ്ദേഹം അവലംബിച്ചു എന്ന് പറയുന്ന അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ഈ PR ഏജൻസി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ഒരു ഏജൻസി പ്രവർത്തിച്ചു എന്ന കാര്യത്തിലും സംശയമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, അതായത് ഈ PR ഏജൻസിയെ ഇറക്കി വിട്ടത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. അവിടെയാണ് ശ്രീ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അകത്തുള്ളവർ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന, ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ശിവശങ്കർ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട്, ഒരു ടോയ്ലറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പോലും ഒപ്പിട്ട് കൊടുക്കും, അദ്ദേഹം നോക്കാറില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി അധിക കാലമില്ല. അധികാര കസേരയ്ക്ക് വേണ്ടി മരുമകൻ നടത്തുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഏജൻസി, PR ഏജൻസി വന്നത് എന്ന് അനുമാനിക്കാമോ? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഇപ്പം കേൾക്കാം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്, കേൾക്കാം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വരുമ്പോൾ ആ പ്രതിച്ഛായ ഇരട്ടിപ്പിക്കാനുള്ള ഒരു അത്യാർത്തിയുടെ പരിണിത ഫലമാണ് ഈ PR ഏജൻസിയെ കൊണ്ട് അഭിമുഖം കൊടുക്കാൻ ഹിന്ദു പത്രത്തെ സമീപിച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പാർട്ടി സെക്രട്ടറി വൈകുന്നേരം സന്ധ്യയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ, അത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം നടന്ന ശേഷം ആ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് അത് അഭിമുഖം തരപ്പെടുത്തി കൊടുത്ത ആരോ ശ്രമിച്ചു എന്നാണ് ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന വിവരം. സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ നയം ഒരു PR ഏജൻസിക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ ഇവർ പറയാറുള്ളത് പാർട്ടി, കോൺഗ്രസ്, സംസ്ഥാന സമ്മേളനം ഇതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് CPMൻ്റെ നയങ്ങൾ, പരിപാടികളൊക്കെ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന നയം ഒരു PR ഏജൻസിക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നുവെങ്കിൽ, നേരത്തെ ശ്രീ പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഒരു വ്യത്യസ്ത പാർട്ടിയാണെന്നുള്ളത്. ഇവിടെ സാധാരണഗതിയിലാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ആ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു പത്രത്തിൽ അച്ചടിച്ചു വരികയാണെങ്കിൽ ആ പാർട്ടി ആ മുഖ്യമന്ത്രിയോട് വിശദീകരണം ചോദിക്കാറുണ്ട്. ഇവിടെ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിയോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ധരിച്ചത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി വന്നത് ഒരു തെറ്റായ പ്രവണതയാണെന്നും അത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നുമുള്ള ഒരു കൺക്ലൂഷനിലെത്തുന്ന വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, PR ഏജൻസി ഇല്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. PR ഏജൻസി ഇല്ല എന്ന് പച്ചയായിട്ട് ഇവർ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് CPM അവർ നുണ ഒരു നയമാക്കിയിരിക്കുകയാണ്. കാരണം നുണ പറയാം, അതൊരു പാർട്ടി നയമാണ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് CPM നേതാവ് മാധ്യമപ്രവർത്തകരെ കണ്ടാലും ആദ്യം മാധ്യമങ്ങൾക്ക് നേരെ അവർ കുരച്ചു ചാടുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ ഗൂഢാലോചനയെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അഭിമുഖം നടത്തിയിട്ട് ആ ഹിന്ദു ദിനപത്രം ഒരു PR ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെന്ന് പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ CPM നേതാക്കൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയാണ് എന്ന് പകൽ ഒരു CPM നേതാവ് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണമെന്ന രീതിയിലാണ്. അതായത് ഈ നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു സമീപനം കുറേ കാലമായിട്ട് CPM തുടരുകയാണ്.
ഇത് അവരുടെ നയമാണ്. കാരണം ജനങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം നാളെ ജനങ്ങൾ മറക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയിട്ട് 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷവും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കേരളം കാതോർത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസാണ്. എന്താണ് നമ്മൾ കേൾക്കുന്നത്? ഒരു പത്രസമ്മേളനം നടത്തുന്നത് ഒരു വലിയ ന്യൂസായി മാറിയിരിക്കുക കേരളത്തിൽ. മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ആ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പത്രങ്ങളെ അറിയിക്കേണ്ടത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ 7 വർഷം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗ ശേഷമുള്ള വാർത്താ സമ്മേളനം ജനങ്ങളെ കാണിക്കാനായിട്ട് അവസരം ഉണ്ടാക്കിയിട്ടില്ല. അത് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ തീരുമാനമല്ല, അത് പാർട്ടിയുടെ നയമല്ല, അത് മുഖ്യമന്ത്രിയുടെ നയമാണ്. അപ്പം അങ്ങനെ മുഖ്യമന്ത്രി എടുത്ത ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ ചെല്ലുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, CPM നേതാവായ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ എന്നെ സമീപിച്ചു, ഞാൻ ഒരു അഭിമുഖം കൊടുത്തു എന്ന്. അവിടെ എൻ്റെ അറിവിലെ PRD, അത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഫർമേഷൻ വകുപ്പിന് കേരള ഹൗസിൽ തന്നെ 5-6 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം ആ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ എന്തിനാണ് ഈ ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്? അവിടെ അവർ വഴിയല്ലേ അഭിമുഖം തരപ്പെടുത്തേണ്ടിയിരുന്നത്? ഇനി അതൊക്കെ പോട്ടെ, സാധാരണ രീതിയിലെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു അഭിമുഖം തരപ്പെടുത്താം, ശരി. അങ്ങനെയാണെങ്കിൽ ആ അഭിമുഖം തരപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതും ഒളിച്ചു വെക്കുക. എന്നിട്ട് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കത്ത് ഹിന്ദുവിന് അയക്കുക, അതായത് ഹിന്ദു പത്രത്തിന് അയക്കുക. അതായത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിന് ഹിന്ദു ആ വടി മേടിച്ച് തിരിച്ചൊരൊറ്റ അടി കൊടുത്തു. എന്താണത്? ഞങ്ങൾക്ക് അഭിമുഖം തരപ്പെടുത്തിയ PR ഏജൻസി കൂട്ടിച്ചേർക്കാൻ തന്ന വരികളാണ് ഞങ്ങൾ കൂട്ടിച്ചേർത്തതെന്ന്. അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്ത വരികൾ എന്ന് ഹിന്ദു പറഞ്ഞത് CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇന്നലെ ഇല്ല. ആ വരികൾ മാത്രം അവർ വെട്ടിക്കളഞ്ഞു. ഇവരാണ് ഈ പാർട്ടിയുടെ ഈ സ്വന്തം പത്രത്തിലെ ഹിന്ദു ദിനപത്രം കൊടുത്ത വിശദീകരണത്തിലെ സുപ്രധാനമായ വരികൾ വെട്ടിക്കളഞ്ഞ് പ്രസിദ്ധീകരിച്ച CPMന്റെ മുഖപത്രത്തിൻ്റെ ഉടമയായ പിണറായി വിജയനാണ് കഴിഞ്ഞയാഴ്ച 2 മണിക്കൂർ പത്രസമ്മേളനത്തിൽ 1 മണിക്കൂർ കേരളത്തിലെ പത്രങ്ങളെ പഠിപ്പിച്ചത്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് അവർ പറയാണ് ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞു, അത് പത്രധർമ്മമാണ്. ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞത് ശരിയാണ്, അവർ പത്രധർമ്മം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി കൂട്ടിച്ചേർക്കാൻ പറഞ്ഞതാണ് ഞങ്ങൾ ചേർത്തതെന്ന്. അതിനെക്കുറിച്ച് ഒരു മിണ്ടുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയാതെ ജനങ്ങളെ പറ്റിച്ചിട്ട്, അതായത് പകല് നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറയാൻ ഒരു മടി കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിനിഞ്ഞാന്നോ മുഹമ്മദ് റിയാസ് വാർത്താലേഖകരെ കണ്ടു. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ചോദ്യം ചോദിക്കുന്ന പത്രലേഖകരോട് പറയാണ്, ആ ക്യാമറ ആ ലേഖകന്റെ മുഖത്തേക്ക് തിരിച്ചു വെക്കൂ, അയാൾ ചോദ്യം ചോദിക്കുന്ന അയാളുടെ പത്രത്തിന്റെ ഉടമ കാണട്ടെ. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഉത്തരമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരമില്ലെന്ന് അങ്ങ് പറയണം. അതാണ് മാന്യത. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുമുണ്ട്. അവരൊന്നും പറയാത്ത കാര്യങ്ങളാണല്ലോ ഇവരീ പറയുന്നത്. ഏത് CPM നേതാവും വാ തുറന്ന ആദ്യം പറയുന്നത് പത്രപ്രവർത്തകർക്കെതിരെയാണ്, മാധ്യമങ്ങൾക്കെതിരെയാണ്. അവരെന്താ പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനുമെതിരെ ആരെന്തു പറഞ്ഞാലും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇത് എന്തൊരു വങ്കത്തരമാണ് ഇവർ പറയുന്നത്. നമ്മൾക്ക് എത്ര കാലമായിട്ട് ഈ പത്രപ്രവർത്തനം നടത്തുന്നവരാണ്. ആര് പത്രസമ്മേളനം നടത്തിയാലും അത് കൊടുക്കേണ്ട ബാധ്യത പത്രപ്രവർത്തകർക്കുണ്ട്. കാരണം പത്രപ്രവർത്തകരെ സാക്ഷികളാണ് എല്ലാ സംഭവങ്ങളുടെയും. അത് ആ സാക്ഷികളായ പത്രപ്രവർത്തകർ കൊടുക്കുന്ന വാർത്ത അത് എഡിറ്റ് ചെയ്തേ കൊടുക്കാവൂ എന്നാണ് CPM പറയുന്നത്. അതാ പറഞ്ഞത്. അവരുടെ പാർട്ടി കോൺഗ്രസ്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്തു ചേരുന്ന അവരുടെ പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തേക്കും. ഇപ്പൊ കേരളത്തിൽ തീരുമാനമുണ്ട്, മാധ്യമ വിരുദ്ധ നയം പാർട്ടിയുടെ നയമായി മാറ്റിയിരിക്കുകയാണ് അവര്. ഏത് പാർട്ടി നേതാവ് പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കണം, കേരളത്തിലെ മാധ്യമങ്ങളെ ആക്ഷേപിക്കണം. അപ്പോൾ ലഭിക്കുന്ന കയ്യടിയാണ് ആ പാർട്ടിക്കുള്ള അംഗീകാരം. ഇവിടെയാണ് ശ്രീ അൻവർ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. അൻവർ കഴിഞ്ഞ ദിവസം കുറേ പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പൊ അൻവർ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം
പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതോടൊപ്പം തന്നെ ശ്രീ നമ്പ്യാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറുമാണ്. ആ പറഞ്ഞ ആളുകളാണ് പിന്നീട് അൻവറിനെ തിരുത്തി പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഇപ്പോഴും ഇവർക്ക് അൻവറെ പേടിയാണ്. ഇവർ ഇപ്പോഴും പറയുന്നത് അൻവറോട് ഇവരൊരു തീവ്രമായ നിലപാട് ഇപ്പോഴും എടുക്കുന്നില്ല. അൻവറെ കുറിച്ച് കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ പറഞ്ഞത് പാർട്ടിയല്ല അൻവറുമായിട്ട് ഇടഞ്ഞത്, അൻവർ പാർട്ടിയുമായിട്ട് ഇടഞ്ഞു എന്നാ പറയുന്നത്. നോക്കൂ, എത്ര ദയനീയമാണ് പാർട്ടിയുടെ അവസ്ഥ. ഇന്ന് തന്നെ ഗോവിന്ദൻ മാഷ് അൻവറെ കുറിച്ച് പറഞ്ഞ ചില അൻവറിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോവിന്ദൻ മാഷിന്റെ ആ ഒരു സമീപനം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ മുഖ്യമന്ത്രി ചിരിച്ചത് ശ്രീ പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തെ പരിഹസിച്ചെങ്കിലും ചിരിക്കാതെ നിവർത്തിയില്ല. കാരണം നമ്മുടെ അൻവറിനെ ഉത്തരം പറയാനുള്ള അൻവർ എന്താണോ പറയുന്നതിന് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ നമ്മുടെ CPM-ന്റെ കയ്യിലോ മുഖ്യമന്ത്രിയുടെ കയ്യിലോ ആയുധമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ PR ഏജൻസിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ടൊരു മറുപടി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കണ്ട, പോട്ടെ, ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഇല്ലെന്ന് വെക്കാം. പക്ഷെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ റദ്ദാക്കപ്പെടുകയാണെന്നാണ് പത്രവാർത്തകള്. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എത്തുന്നില്ല. അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യേണ്ട ലോക്കൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ പോകുന്നില്ല. നോക്കൂ, കേരളത്തിലെ CPM-ന് പറ്റുന്ന ഒരു അപജയം നോക്കൂ നിങ്ങൾ. ഒരു ബ്രാഞ്ച് സമ്മേളനം നടത്താൻ പറ്റാത്ത അവസ്ഥ. ഇവർ പണ്ട് എന്താ പറയാന്നറിയോ? കൃത്യമായിട്ട് സമ്മേളനങ്ങൾ നടത്തി ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ലാ, സംസ്ഥാനം, പിന്നെ പാർട്ടി കോൺഗ്രസ്, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നവരെ ഇന്ന് അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ റദ്ദാക്കപ്പെടുകയാണ്. എന്താണ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരാൻ കാരണം? പാർട്ടി പ്രവർത്തകർ മനസ്സിലായിരിക്കുന്നു ഈ നേതാക്കൾ നുണ പറഞ്ഞ് ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നുണ പറയുന്നത് ഒരു ആയുധമാക്കുക, ഇങ്ങനെ നുണ പറയുന്നത് ഒരു നയമാക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും എന്ന് കരുതി ജനങ്ങൾ വിശ്വസിച്ചില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടു. പാർട്ടി പ്രവർത്തകരെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ശ്രീ അൻവറിന്റെ കാര്യം ശ്രീ പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചല്ലോ. അൻവർ പാർട്ടി രൂപീകരിക്കുകയോ അൻവർ പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം ഇരിക്കുകയോ അൻവർ നിഷ്പക്ഷനായിരിക്കുകയോ എന്നുള്ളതല്ല വിഷയം. കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് അൻവറാ പറയുന്നത്. ഈ അൻവർ പറയുന്നതിൽ പ്രത്യേകതയുണ്ട്. എന്താണ്? നിയമസഭയിൽ VD സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം അൻവറിനെ കൊണ്ടാണ് ഈ പാർട്ടി ഉന്നയിപ്പിച്ചത്. അത് മനസ്സിലാക്കണം. ആ അൻവറാണ് ഇന്ന് അതെല്ലാം മറന്നുകൊണ്ട് പാർട്ടിയുടെ ഈ ദുഷ്ചെയ്തികളെ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷം പറഞ്ഞ് ശരിയായി വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിലെ CPM പ്രവർത്തകർ വിശ്വസിക്കുന്നത് പാർട്ടി പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണവും തെറ്റാണ്. ഇപ്പോൾ വിശദീകരണവും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് നടത്തിയ വിശദീകരണവും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പാർട്ടി പ്രവർത്തകർ കരുതുന്നു. അതുകൊണ്ടാണ് CPM നേതാക്കൾ ഇന്ന് വല്ലാത്തൊരു വിഷമസ്ഥിതിയിൽ എത്തിയിരിക്കുന്നതും അവർ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നതും. ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്ന മന്ത്രിമാരും ന്യായീകരിക്കാൻ വരുന്ന പാർട്ടി നേതാക്കളും ഒറ്റ കാര്യത്തിൽ മാത്രമേ പറയുന്നുള്ളൂ, ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. PR ഏജൻസി അഭിമുഖം നടത്തിയ വിഷയത്തിലെ പ്രതിസന്ധിയും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നവർ പറയുമ്പോൾ നമ്മൾ ഈ പാർട്ടിയുടെ നേതാക്കൾ, പാർട്ടിയുടെ പ്രവർത്തകരെ ഇന്ന് തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഗൗരവപരമായ ഒരു വസ്തുത കൂടി ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റുമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഇടത് നിരീക്ഷകൻ ഇതുവരെയായും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പ്രതിനിധികൾ ഇല്ലാതാകുന്ന ആ അവസ്ഥ കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക.